നമസ്കാരം. കേരള ഓട്ടോവാല എന്നൊരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് നമ്മുടെ സ്റ്റാൻഡുകളിലൊക്കെ വണ്ടി ഇട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല, ഓട്ടം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പല ആൾക്കാരും ഈ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഓട്ടം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ക്യാമറയുണ്ട്, താഴത്തെ പാലത്തിൻ്റെ അടിയിൽ ക്യാമറയുണ്ട്. അവിടെ തെളിയണവർക്കൊക്കെ 500 രൂപ ഫൈൻ വെച്ചിട്ട് പോലീസുകാർ മേടിക്കേണ്ട, അത് പോലീസുകാർ മേടിച്ചോളും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലൈനിലിട്ട് ഇത്രയും നേരം ഞങ്ങൾ തള്ളിപ്പിടിച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ കിടക്കുക, മറ്റുള്ളവർ കറങ്ങണവർ വന്നിട്ട് ഈ ഓട്ടോ എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. 500 അല്ല, അങ്ങനെയുള്ളവർക്ക് 1500 2000 തന്നെ ഫൈൻ കൊടുക്കണം. കാര്യം അത്രയും വലിയ ചെറ്റത്തരാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കറങ്ങി നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെറുതെ ആവശ്യമില്ലാണ്ട് ആ പോലീസുകാർ കൊണ്ട് കാശ് കൊടുക്കേണ്ട മക്കളെ. ഏതെങ്കിലും സ്റ്റാൻഡിൽ കിടന്ന് ഓടിക്കോ. നിങ്ങൾ എന്തിനാ ഈ ഇത്ര പാടുപെട്ടിട്ട് വലിയ ആൾ കളിച്ചിട്ട് ഇവിടുന്ന് ഈ ഓട്ടോ ഒക്കെ എടുത്തിട്ട് പോകണം? ഞങ്ങളും ജീവിക്കാൻ തന്നെ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ. ഞങ്ങൾ വിചാരിച്ചാൽ ഈ പണിയൊക്കെ നടക്കും. എടപ്പാള് ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാൻ പാടില്ലാണ്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഇത് കാണുന്ന ഓട്ടോ സുഹൃത്തുക്കൾ ഇങ്ങനെ കഴപ്പും ക്രിമികടിയുള്ള കുറച്ച് ഓട്ടോക്കാരുണ്ട്, അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ 500 രൂപ കിട്ടിയ ഒരാൾ എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ 500 രൂപ കിട്ടിയെന്നുള്ളത്. ദയവായിട്ട് അങ്ങനെയുള്ള വൃത്തിയായിട്ട് ഇടപാടൊക്കെ നിങ്ങൾ നിർത്തി നന്നാവാൻ നോക്കൂ. നന്നാവാൻ നോക്കിയാലേ നമുക്ക് എല്ലാവർക്കും പണിയുണ്ടാവുള്ളൂ. ഇത് ഈ പെർമിറ്റ് അടിച്ച് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് സ്റ്റാൻഡ് തന്നിട്ടൊന്നുമില്ല, എങ്കിലും നമ്മൾ ഈ സൈഡിലൊക്കെ ഓരത്തിടുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയാണ് വന്ന് കിടക്കുന്നത്. നിങ്ങളുടെ അപ്പുറത്തെ അംഗക്കെട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ നിർത്തിയിട്ട് മാന്യമര്യാദയ്ക്ക് ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് അറിയാൻ പാടില്ലാത്ത കുറേ വൃത്തികെട്ടവന്മാരുണ്ട്, അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.